ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി വന്നിട്ടുള്ള ഒരു കാര്യമാണ് അനിൽ ബാലചന്ദ്രനായിട്ട് ബന്ധപ്പെട്ട വിവാദം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല അതിനുശേഷം മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന വേറൊരു ഭാഗം അതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതായത് എന്തുകൊണ്ടാണ് ആളുകൾ മോട്ടിവേഷനിൽ താല്പര്യപ്പെടുന്നതെന്നും ഇത്രയധികം ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ വീണ്ടും എന്തിനാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ എടുത്ത് പോയിട്ടിരുന്നിട്ട് അത് കേൾക്കുന്നതെന്നും എന്നുള്ള മനുഷ്യൻ്റെ സൈക്കോളജിയുമായി അതേപോലെ തന്നെ പരിണാമപരമായി ബന്ധപ്പെട്ട ഒരു ഭാഷ അവിടെ ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അധികം ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അധികം ആളുകളും പറയുന്നത് മോട്ടിവേഷൻ വളരെ മോശമാണ്, നിങ്ങൾ നാണമില്ലേ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒരാളുടെ മുന്നിൽ പോയി നിൽക്കാൻ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും നമ്മുടെ പ്രകൃതത്തിനെതിരായിട്ടുള്ള ഒരു കാര്യം. എനിവേ, നമുക്ക് അനിൽ ബാലചന്ദ്രന്റെ കേസിലേക്ക് വരാം. അപ്പം നാസർക്ക് കണ്ടില്ലേ? ഞാൻ അനിൽ ബാലചന്ദ്രനെ കുറച്ച് ആളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം സെയിൽസ് ട്രെയിനറിന്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സെയിൽസ് ട്രെയിനിങ് നമുക്ക് UAE-ലൊന്നും പറ്റില്ല. പിന്നെ അദ്ദേഹം ആ കോൺട്രവേഴ്സി ആളുടെ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്മാന് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഹീ ഈസ് ഓൾറെഡി മോട്ടിവേറ്റഡ്. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വേണ്ടത് മെൻറ്ററിനാണ്. ദേ നീഡ് മെൻറ്റേഴ്സ്, മോട്ടിവേഷൻ. ഇഫ് ദേ ആർ നോട്ട് മോട്ടിവേറ്റഡ് ദേ വിൽ ബി നോട്ട് ഇൻ ദ ബിസിനസ്. നിങ്ങൾക്കൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാനും അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോസസ്സിനെ കുറിച്ചിട്ടും മറ്റു ഏരിയയും ഫൈനാൻഷ്യൽ അങ്ങനെ ഉള്ളതിനെ കുറിച്ചിട്ടും ചില ഏരിയകളുണ്ട്. അദ്ദേഹം എല്ലാ ഏരിയയിലും കടന്നു വന്നിട്ടില്ല. ആൾ നല്ലൊരു കച്ചവടക്കാരനും. പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോൾ ഫൈനാൻഷ്യൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ പ്രോസസ്സ് കൊണ്ട് അങ്ങനത്തെ ട്രെയിനിങ് മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുണ്ടാവുള്ളൂ. മോട്ടിവേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് പൈസയ്ക്ക് വേണ്ടി തണ്ടുക എന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഫോളോ ചെയ്യുന്നത് ഒരു ഡാൻ പെന്യ എന്ന് പറഞ്ഞിട്ടൊരു USA-ൽ ഒരു വലിയൊരു സീനിയർ ട്രെയിനർ ഉണ്ട്. അദ്ദേഹത്തിന് ആയിരിക്കണം, കാരണം അദ്ദേഹം ഇങ്ങനെയുള്ള ലെവലിൽ സംസാരിക്കാൻ. ഡാൻ ലോക്ക് വേറെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഡാൻ പെന്യാണ് അതിന്റെ മെയിൻ ആള്. അദ്ദേഹത്തിന്റെ വീഡിയോയിലൊക്കെ അദ്ദേഹം ഇങ്ങനെയുള്ള ബാഡ് വേർഡ്സ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കലുണ്ട്. ശരിക്കും പറഞ്ഞു വളരെ അഗ്രസീവായിട്ട്. ഇപ്പം അദ്ദേഹത്തിന്റെ ഏജും ഉണ്ട്, അത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഒരു അനിൽ ബാലകൃഷ്ണൻ ഇന്നലെ വന്ന് ബാലചന്ദ്രൻ ഇന്നലെ വന്ന് ഒരു സുപ്രഭാതത്തിൽ കുറച്ച് യൂട്യൂബ് ഓപ്പൺ ആയപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. ഒരു വർഷങ്ങളോളം ഒരു 70-80 വയസ്സുള്ള ഒരാളെന്ന് പറഞ്ഞാൽ യൂട്യൂബിന് മുമ്പ് അയാൾ ഈ വക കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ വാക്കുകൾക്ക് ആൾക്കാർ ചെവി കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഉണ്ടാകുന്നുള്ളൂ. മാർക്കറ്റിൽ 2 തരം മാർക്കറ്റ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ക്യാഷ് മാർക്കറ്റ് ഉണ്ട്, ഒന്ന് ക്രെഡിറ്റ് മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾ പ്രൊഡക്റ്റ് പീപ്പിൾ ബൈ ഗുഡ്സ് ബിക്കോസ് ഓഫ് ദെയർ റീസൺ. നോട്ട്, അതായത് ഇന്നത്തെ കാലത്ത് കടം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ബയ്യേഴ്സ് മാർക്കറ്റാണ്. നിങ്ങൾക്കൊരു ഇത് കിട്ടില്ല. അപ്പം നിങ്ങൾ ഒരു പ്രൊഡക്റ്റായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഒരു ആൾ അതിൻ്റെ കുറേ ഘടകങ്ങളനുസരിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ഒന്നാമത് തന്നെ ആ പ്രൊഡക്റ്റ് പെട്ടെന്ന് വിട്ടു പോകുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന് ഒരു എന്താ പറയുക, അത്രയും ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. എന്നാലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ എടുത്ത് തരും ആൾക്കാർ. അതേസമയം ഒരു പുതിയ പ്രൊഡക്റ്റ് അത് അധികം എന്താ പറയുക, ഷെൽഫിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 കാർട്ടൂൺ സാധനം എടുത്തു, അത് സാധനം വിറ്റ് പോയില്ലെങ്കിൽ ആൾ നമ്മൾ പൈസയ്ക്ക് ചെല്ലുമ്പോൾ ആൾ ചോദിക്കുമ്പോൾ എത്ര ചെക്ക് ചെയ്യണം സ്റ്റോക്ക്, ഒരു കാർട്ടൂൺ വിട്ടു. ആളെ പൈസ എടുത്തിട്ട് ബാക്കി 9 കാർട്ടൂൺ അല്ലെങ്കിൽ ഐറ്റംസിൻ്റെ പൈസ അയാൾ തരില്ല. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ അവരുടെ ബെനിഫിറ്റ് വേണം. അപ്പം നമ്മൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ നമ്മൾ കസ്റ്റമറെ ക്വാളിഫൈ ചെയ്യണം. ആ കസ്റ്റമറെ ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്രൊഡക്റ്റിൽ തന്നെ 4 കാറ്റഗറി ഉണ്ട്. ചീപ്പ് ഉണ്ട്, വാല്യൂ ഫോർ മണി ഉണ്ട്, പ്രീമിയം ഉണ്ട്. നമ്മൾ വിൽക്കാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് നമ്മൾ നോക്കണം. ആ അഡ്രസ്സബിൾ മാർക്കറ്റ് ഇപ്പം നമ്മൾ ഇപ്പോൾ ലേബർ ഏരിയയാണ്, ലേബേഴ്സിനുള്ള സാധനങ്ങളാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ ലേബർ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതാണ് നമ്മുടെ അഡ്രസ്സബിൾ മാർക്കറ്റ്. പക്ഷേ അപ്പോൾ നാസർക്ക പറയുന്നത് ഇത് പരിഗണിക്കാതെയുള്ള ട്രെയിനിങ്ങുകൾ കൊണ്ട് കാര്യമില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ക്വാളിഫൈ ചെയ്യണം. ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുമോ,
അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എന്താണ്, അദ്ദേഹം എത്ര കൊല്ലം ഈ മാർക്കറ്റിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്, ഇതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടും. വേറെ സെയിൽസ്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞു തരും. ഇപ്പം നാസർക്ക് പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ അനിൽ ബാലചന്ദ്രൻ സെലക്ട് ചെയ്ത കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഈ കേൾക്കാൻ വരുന്ന ആളുകളാണല്ലോ കസ്റ്റമേഴ്സ്. അതെ അതെ. അപ്പം അവർ തന്നെ ഒരു റോങ് മാർക്കറ്റാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കാരണം ഇപ്പോൾ 2 ടൈപ്പ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം കടം കൊടുക്കേണ്ട മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ കടം കൊടുത്തല്ലേ പറ്റും. അനിൽ ബാലചന്ദ്രൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഒരു ബിസിനസ്മാൻ്റെ ഈഗോ ഹർട്ട് ചെയ്തത് ആദ്യത്തെ പ്രശ്നം അതാണ് അത്. പിന്നെ അദ്ദേഹം കൊടുക്കേണ്ട ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയല്ല ട്രെയിനിങ് കൊടുക്കേണ്ടിരുന്നത്. അദ്ദേഹം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളെ കസ്റ്റമറിൽ നിന്ന് പൈസ മേടിച്ചെടുക്കാം എന്നുള്ള ട്രെയിനിങ് ആയിരുന്നു കൊടുക്കേണ്ടത്. പക്ഷെ അതാണെങ്കിൽ തന്നെ നമ്മൾ ഈ ബിസിനസ്മാൻമാർക്കാണോ ശരിക്ക് അങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കേണ്ടത്? ഇല്ല, ബിസിനസ്മാൻമാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ഒരു പ്രോസസ്സ് ഉണ്ടാവും. ആ പ്രോസസ്സിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത്. അതേസമയം ഇപ്പോൾ പൈസ മേടിച്ചെടുക്കുന്നതൊക്കെ സെയിൽ ചെയ്യുന്നതും പൈസ മേടിക്കുന്നതും സെയിൽസ്മാൻമാരാണ്. അതായത് സെയിൽ ഈസ് നോട്ട് സെയിൽ അണ്ടിൽ അൺലെസ് യു കളക്ട് ദ മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ പൈസ അത് വിൽക്കാൻ വേണം, അത് പിന്നെ പൈസയും വരണം. അപ്പോഴാണ് ആ സെയിൽസ് ക്ലോസ് ആവുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ട്രെയിനിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അതെ, എനിക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് കാണുമ്പോൾ തോന്നുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പല കളികളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഫുട്ബോളിൽ വളരെ പിന്നെ കത്തി നിൽക്കുന്ന ഒരു അത്ലീറ്റും, ക്രിക്കറ്റിൽ നിന്നൊരു അത്ലീറ്റും, ഹോക്കിയിൽ നിന്നൊരു അത്ലീറ്റും, ചെസ് കളിക്കുന്ന എല്ലാവരും കൊണ്ടുവന്നിട്ട് നമുക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അതേപോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ ബിസിനസ്മാൻമാരെല്ലാം വ്യത്യസ്തമായുള്ള സെക്ടറുകളിൽ, വ്യത്യസ്തമായ സ്റ്റൈലുകളിൽ, വ്യത്യസ്തമായ മാർക്കറ്റുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്മാൻമാരാണ്. അവിടെ സക്സസ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഒരു ട്രെയിനിങ് കൊടുത്താൽ അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഇൻഡിവിജ്വൽ ട്രെയിനറുടെ ഒരു കരീസ്മ അനുസരിച്ച് ചിലപ്പോൾ കുറച്ചൊക്കെ ഒരു വളരെ 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 വാല്യൂഡ് പോയിന്റ് ആണത്. ഇപ്പം നിങ്ങൾ ഒരു ഇൻഷുറൻസ് വിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളോട് സംസാരിക്കേണ്ട വിഷയം എന്താണ്? ചിലപ്പോൾ നീ കഴിഞ്ഞ ആഴ്ച നീ മരിച്ചു പോയാൽ എന്താ, ഹൗ യുവർ ഫാമിലി വിൽ സർവൈവ് എന്നുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുന്നത്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൻ്റെ സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ഒരു പ്രോഡക്റ്റ്, യു ആർ നോട്ട് മേക്കിംഗ് എനി പ്രോഡക്റ്റ്, നിങ്ങൾ വേറൊരാളുടെ പ്രോഡക്റ്റാണ് നിങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ അതിലും ഈ കാറ്റഗറിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നോക്കണം നിങ്ങൾ. പിന്നെ നല്ല കൂടുതൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ വാല്യൂ ടിക്കറ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഓരോ സെഗ്മെൻറ്റും ഓരോ ഇൻഡസ്ട്രിയും വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചുള്ള ട്രെയിനിങ് തന്നെ കൊടുക്കണം. അല്ലാണ്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടില്ല അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊരു ബോട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ട് വിൽക്കണമെന്ന് നിങ്ങൾ പിന്നെ സാധാരണ ഒരാളടുത്ത് പോയിട്ട് ബോട്ട് വിൽക്കാൻ പറ്റില്ല. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു സ്റ്റാറ്റസ് ആയിട്ട് കാണുന്ന ആൾക്കാരും അതിനൊരു ഇമോഷനായിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് ബോട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ ട്രെയിനിങ്ങുകൾ കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ സിംഹത്തിൻ്റെ കഥ കേട്ടിട്ടും ഈഗിളിൻ്റെ കഥ കേട്ടിട്ടൊന്നും നമുക്ക് മോട്ടിവേഷൻ ആവില്ല. അതൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ട് കുറച്ച് മറക്കും, ആ കൊള്ളാലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് വരുമ്പോൾ നമ്മളത് മറന്നു പോകും. മോട്ടിവേഷൻ നമുക്ക് എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു സെയിൽസ്മാൻ ആവണമെന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞില്ല. നിങ്ങളെപ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നോ അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും പിന്നെ കഥ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു എന്താ പറയുക, ആ ഒരു മോട്ടിവേഷൻ എത്ര നേരം നിലനിൽക്കുന്ന എനിക്ക് സംശയമുണ്ട്. അതെ അതെ, എസ്പെഷ്യലി ഇത് പറയുമ്പോൾ എനിക്ക് MLM ഒക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം MLM എന്ന് പറഞ്ഞാലൊരു അങ്ങനെ ഒരു മോട്ടിവേഷനിൽ പടുത്തുയർത്തുന്ന ബിസിനസ്സാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ, സംശയമില്ല. MLM ചെയ്തിട്ടുണ്ട് ഞാനത്. കുറേ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില ട്രെയിനേഴ്സിൻ്റെ ഒക്കെ ട്രെയിനിങ്ങുകൾ കിട്ടുമ്പോൾ നമുക്ക് ചില ഗുണങ്ങൾ കിട്ടും. പക്ഷേ എല്ലാ ആളുകളും സെയിൽസ്മാൻമാരല്ല. അതെ അതെ, എല്ലാവരും സെയിൽസ്മാൻമാരല്ല. കാരണം നമ്മൾ അടുത്ത കൊല്ലം ഒരു കാറ് കിട്ടും അല്ലെങ്കിൽ തായ്ലാൻഡിലേക്ക് ടൂർ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ചിലപ്പോൾ എനിക്ക് ആ സെയിൽസ് സ്കിൽ ഉണ്ടാവില്ല. അപ്പം പക്ഷേ ആളുകൾ പറഞ്ഞിട്ട് എനിക്കിത് ഒരു പൊള്ളയായൊരു ഫീലിംഗ് ഉണ്ടാവും, എനിക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെയാണ് ഇതിലേക്ക് വരിക. എന്നിട്ട് അതിനുശേഷം പിന്നെ റിയലൈസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇറക്കിയ കാശ് അല്ലെങ്കിൽ കൊടുത്ത കാശ് പോയിട്ടുണ്ടാവും, പിന്നെ നിർത്തും.
MLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസ്മാനോ അല്ലെങ്കിൽ ഒരു വെൽ ട്രെയിൻഡ് സെയിൽസ്മാനോ ഒന്നും ആയ ആൾക്ക് അവർ ഏറ്റെടുക്കില്ല അങ്ങനത്തെ പണി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ MLM-ൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണെന്ന് അറിയാം. ടോപ്പ് ഓഫ് ദ പിരമിഡിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രമാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഈ കമ്പനിക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. കാരണം നിങ്ങളെ റിലേഷൻഷിപ്പ് തകർക്കണം കൊണ്ടുപോയിട്ട്. നിങ്ങളൊരു സാധനം ഈ MLM-ൽ കൊണ്ടുപോയി വിൽക്കുന്നത് ആർക്കാണ്? ഒന്നുമില്ല നിങ്ങളുടെ ജ്യേഷ്ഠനോ അനിയനോ കസിനോ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനോ ആയിരിക്കും. അവർ അടുത്ത ആളെ പിടിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ കണ്ടിന്യൂ ആയി പോവുള്ളൂ. അവർക്ക് അതിന് പറ്റിയില്ലെങ്കിൽ അത് അവിടെ കട്ടായി പോയി. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ശരിയായൊരു ബിസിനസ്സായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ലോകത്ത് ആരും അങ്ങനെ ഒരു എന്താ പറയുക, നിങ്ങൾ MLM-ലൂടെ ഉണ്ടാക്കുന്നവർക്ക് ഗുണമുണ്ട് അതിൽ. സക്സസ് ആവാറുണ്ട്. MLM കൂടുതൽ ഒരു 10 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് വിൽക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് 5 രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ശരിയായ കോസ്റ്റ് 10 രൂപ ഉള്ളൂ, പക്ഷേ 20 രൂപയ്ക്ക് വിറ്റിട്ട് അതിൽ നിന്ന് 5 രൂപ, അപ്പോഴും ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട് അതിൽ. അപ്പോൾ വലിയൊരു എന്താ പറയുക, നമ്മൾ വല്ലവർക്കും വേണ്ടി നമ്മൾ വെറുതെ പൈസ വല്ലവരതും വേസ്റ്റാക്കി കളയുന്നതാണ്. അത് നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ കിട്ടുന്നവന് നല്ല ലാഭമായിരിക്കും. അതെ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ആ മോട്ടിവേഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു ഇൻഡസ്ട്രി അതായിരിക്കും. അതെ അതെ. അപ്പോൾ സക്സസ് റേറ്റ് വളരെ കുറവുമാണ് എന്നാണ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റുള്ള ബിസിനസ്സുകളെ അപേക്ഷിച്ച് സക്സസ് റേറ്റ് കുറവാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഒരു സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഡോർ ടു ഡോർ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. കാരണം നിങ്ങൾ ഡോർ ടു ഡോർ കുറച്ച് സാധനങ്ങൾ എടുത്ത് അവിടെ കൊണ്ടുപോയി വിറ്റ് ഇവിടെ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഗുണമുണ്ട്. ഒന്നാമത് നിങ്ങൾ സെയിൽസ് പഠിക്കും. നിങ്ങൾ റിജക്ഷൻ, നിങ്ങളെ ചിലപ്പോൾ കാണുമ്പോൾ ഡോറടച്ച് പോകും ആൾക്കാർ. പിന്നെ നിങ്ങളെ ബിസിനസ്സും പഠിപ്പിക്കും അത്. അപ്പോൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത് ഈ MLM-ഉം അതിൻ്റെ പിന്നാലെ പോവാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു 10 പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഡോർ ടു ഡോർ സെയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആൾക്ക് സെയിൽ ചെയ്ത് നിങ്ങൾക്ക് മാർജിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ക്യാഷിന് കൊടുത്താൽ മതി. നിങ്ങൾ എന്തിനാണ് ഈ MLM-ൻ്റെ പിന്നാലെ പോയിട്ട് ഈ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കമ്മീഷൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്തിനാ? നിങ്ങളെ കയ്യിലുള്ള 8,000 10,000 ദിർഹംസ് കൊടുത്ത് സാധനം മേടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ കമ്മീഷൻ നിങ്ങൾ തന്നെ മേടിക്കുന്നു, വീണ്ടും നിങ്ങൾ അടുത്ത ആളെ പോയി പിടിക്കുന്നു. It's a big chain. It's not a real sale actually. So better if you want to become a businessman or a salesman, then start the door to door business sales. Then it will take to a lot of different levels. ഞാൻ അതിനെ അങ്ങനെ കാണുന്നു. അപ്പോൾ എന്താണെങ്കിലും അനിൽ ബാലചന്ദ്രൻ ചെയ്ത പോലെയുള്ള ചിലപ്പം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല ആംഗിൾസ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ. അത് നമ്മൾ അയാളെ പേഴ്സണലി നമ്മൾ പറയല്ല, ബട്ട് നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില പോരായ്മകളൊക്കെ ഇത്തരം ട്രെയിനിങ്ങുകളിൽ കാണാം എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങളൊന്ന് സൂചിപ്പിക്കുക. എന്താണ് നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ളത്? ഇപ്പോൾ മീഡിയ പറയുന്നത് പോലെ നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. കാരണം എല്ലാത്തിനും ഒരു മീഡിയ നരേറ്റീവ് ഉണ്ടാവും. അതിൽ ഇപ്പം ഒരു 10 ആളുകൾ ഒരു ടോണിലാണ് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും 11ാമത്തെ ആളും ആ ലെവലിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത. സോ എപ്പോഴും ആ ട്രെൻഡ് വരുമ്പോൾ അവിടെ നിന്ന് പോസ് ചെയ്തിട്ട് ഈ ട്രെൻഡാണോ ഇതിലൂടെയാണോ നോക്കി കാണേണ്ടത് നോക്കിയിട്ട് വേണം നമ്മുടെ ഒരു അഭിപ്രായത്തിലേക്ക് വരാം. അപ്പോൾ അതും ഈ ബാലചന്ദ്രൻ വിഷയത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയും ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ലെ നോർമൽ കാര്യങ്ങളാണ്. നമ്മളെ ആർക്കെങ്കിലും നമ്മളെ ചെറിയ ചെറിയ സംശയങ്ങളോ ചെറിയ ഹെൽപ്പോ, അതെ, ചില വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാവുമല്ലോ, അതെ, അതൊക്കെ നമ്മൾ അങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സന്തോഷമായിരിക്കും. കാരണം നമുക്ക് ഇനി ഒരു പുതിയ നോളജും കിട്ടും. നമ്മളെ അനുഭവം നമുക്ക് അതിൽ പങ്കുവെക്കാനും പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ തിരിച്ച് നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുന്നതാണ്. വീണ്ടും നല്ല വീഡിയോകളുമായി നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.